കരിങ്കല്ലും എംസാൻഡും ഉൾപ്പെടെ കരിങ്കല്ല് ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ലെന്നിരിക്കെ ക്വാറി ക്രഷർ യൂണിറ്റുകൾ അടച്ചിട്ട് 26 മുതൽ നടത്തുന്ന അനിശ്ചിതകാല സമരം നിർമ്മാണ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ജില്ലയിൽ മന്ദഗതിയിൽ നീങ്ങുന്ന വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ദേശീയപാത നിർമ്മാണത്തെയും സമരം ബാധിച്ചേക്കും. ക്വാറികൾക്ക് അനുമതി നൽകാതെയും പിഴ 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചും മറ്റുമുള്ള വ്യവസായ വകുപ്പിന്റെ നടപടിക്കെതിരെയാണ് സമരം. സംസ്ഥാനത്ത് ക്വാറികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. കരിങ്കല്ല്, എംസാൻഡ് തുടങ്ങിയവയുടെ വിലയിൽ 3 ഇരട്ടിയോളം വർധനവുമായി. കരിങ്കല്ല് ലോഡിന് 3000 മുതൽ 5500 രൂപയായിരുന്നത് ഇപ്പോൾ 8000 മുതൽ 10000 വരെ എത്തി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സാധാരണക്കാരന്റെ വീട് നിർമ്മാണം വരെ പ്രതിസന്ധിയിലായേക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി ക്വാറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു. ഇത് സർക്കാരിന് കോടികളുടെ നികുതി നഷ്ടവും ഉണ്ടാക്കുന്നു. അധികൃതരുടെ വികലമായ നയങ്ങൾ കാരണം നിർമ്മാണ മേഖല മാസങ്ങളായി കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. പലരുടെയും വീട് നിർമ്മാണം പാതി വഴിയിലാണ്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യവസായ മന്ത്രി, മുഖ്യമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ രേഖാമൂലം നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. ജിയോളജി ഓഫീസിലും ജിയോളജി ഡയറക്ടറേറ്റിലും ഒന്നും നടക്കുന്നില്ല. വർഷങ്ങളായി ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിനാൽ വ്യവസായികൾക്ക് ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോപ്പിൽ സുലൈമാൻ, SMK മുഹമ്മദ് അലി, രവീന്ദ്രൻ വടകര, ബാവ താമരശ്ശേരി തുടങ്ങിയവരും പങ്കെടുത്തു. കേരളപ്രണാമം ന്യൂസ്, കോഴിക്കോട്.